പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ സ്പിരിച്വൽ മോർസസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ മാർച്ച് മാസത്തിന്റെ ആദ്യത്തെ ആഴ്ചയിൽ എത്തിയിരിക്കുകയാണല്ലോ. ഈ മാസത്തിന് വേണ്ടി ദൈവം എൻ്റെ മനസ്സിൽ തന്നിരിക്കുന്ന ഒരു തീം എന്തെന്ന് ചോദിച്ചാൽ, മനുഷ്യനെ അല്ല ദൈവത്തെ ഭയപ്പെട്ട് നിങ്ങളുടെ വാഗ്ദത്തം അല്ലെ നിങ്ങളുടെ അനുഗ്രഹം പ്രാപിപ്പീൻ. ഇതിനു വേണ്ടി ഒരു കുറിവാക്യം ഈ എൻറ്റയർ മാസത്തിനു വേണ്ടി നമ്മൾക്ക് ഉള്ളത് എന്തെന്ന് ചോദിച്ചാൽ, മനുഷ്യ ഭയം ഒരു കെണിയാകുന്നു. അതുപോലെ തന്നെ മറ്റൊരു വാക്യം കുറിവാക്യമായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നത്, യഹോവ ഭക്തി ജീവന്റെ ഉറവിടമാകുന്നു. മനുഷ്യ ഭയം ഒരു കെണിയാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യ ഭയവും നമ്മളുടെ സാഹചര്യത്തെ ഭയപ്പെടുന്നതും ഒരു കെണിയാകുന്നു. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മളുടെ ഉള്ളിൽ അത് ചെയ്യാൻ ഒരു ആഗ്രഹം തന്നിട്ടുണ്ട്. ദൈവം നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് ഒരു ഗൈഡൻസ് തരുമ്പോൾ പോലും നമ്മളത് ചെയ്യാത്തതിന്റെ കാരണം ആ സാഹചര്യത്തെ ഭയപ്പെട്ടിട്ട്, ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്താകും, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും, ഇതൊരു ഫെയിലിയർ ആയി തീരുമോ, ആ സാഹചര്യത്തെ ഭയപ്പെട്ട് നമ്മൾ പലപ്പോഴും അത് ചെയ്യാറില്ല. പക്ഷെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഭയക്കുന്നത് ഒരു കെണിയാണ്. ഈ കെണി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ അതിനെ പറയുന്നത് സ്നെയർ എന്നാണ്. ഫിയർ ഓഫ് ദ മാൻ ഈസ് എ സ്നെയർ. അപ്പൊ ഈ സ്നെയർ എന്ന് പറയുന്നത് ഒരു പക്ഷിയെ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ആ പക്ഷിക്ക് പറക്കാൻ കഴിയും, അതിന് ചിറകുണ്ട്. പക്ഷേ ഈ കുരുക്ക് വന്ന് കാലിൽ വീണ് കഴിയുമ്പോഴത്തേന് അതങ്ങ് പാരലൈസ് ആയി പോവുക. അതിന് ചിറകുണ്ടെങ്കിലും പറക്കാൻ കഴിയുന്നില്ല. ഇന്നത്തെ നമ്മളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ഫോക്കസ് ചെയ്യുന്ന വിഷയം, നമ്മളുടെ സാഹചര്യത്തെ ഭയപ്പെടരുത്. നമ്മൾ മാർച്ച് മാസത്തിൽ പ്രവേശിച്ചല്ലോ. ഈ മാസം പ്രത്യേകിച്ച് ഞങ്ങൾ താമസിക്കുന്ന ഈ ചണ്ഡീഗഡിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, കിൻഡർ ഗാർഡൻ മുതൽ കോളേജ് വരെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും എക്സാം ആണ്. അതിൽ ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും ലോകത്തിലും പല ഭാഗങ്ങളിൽ പല രാജ്യങ്ങളിൽ മാർച്ച് മാസം എന്ന് പറയുന്ന ഒരു എക്സാം സീസൺ ആണ്. അങ്ങനെ മാർച്ച് എന്ന് പറയുന്നത് ഒരു കുട്ടികളുടെ ഉള്ളിൽ, സ്റ്റുഡൻസിന്റെ ഉള്ളിൽ, അത് യുവാക്കളാകാം ആരുമാകാം, ഭയം വരുത്തുന്ന ഒരു മാസമാണ്. സോ ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്, നമ്മളുടെ സിറ്റുവേഷനെ നമ്മൾ ഭയപ്പെടരുത്, അതൊരു കെണിയായി മാറും. നിങ്ങളുടെ എക്സാംസിനെ, സ്പെഷ്യലി ഞാൻ സ്റ്റുഡൻസിനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഒരു വർഷം മുഴുവനും പ്രിപ്പയർ ചെയ്തിട്ട് ആ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ ഭയപ്പെട്ടാൽ, എക്സാമിനെ, ക്വസ്റ്റ്യൻ പേപ്പറിനെ, എക്സാമിനറിനെ, ഇവരെയൊക്കെ നമ്മൾ ഭയപ്പെട്ടാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് അതൊരു സ്നെയറാണ്. അത് നമ്മളെ അങ്ങ് പാരലൈസ് ചെയ്ത് കളയും. നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്, എല്ലാം അറിയാം, എങ്കിലും അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് പാരലൈസ് ആയിപ്പോവും. ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോഴത്തേന് എല്ലാം റിവൈസ് ചെയ്തതാണെങ്കിലും ആ പേപ്പർ കാണുമ്പം അങ്ങ് എല്ലാം മറന്നു പോകുന്ന ഒരവസ്ഥ. അതാണ് ഒരു കെണി, ഒരു സ്നെയർ. പക്ഷെ അവിടെ പറയുന്നത് എന്താണ്? യഹോവയിൽ ആശ്രയിക്കുന്നവനോ അവൻ സേഫ് ആണ്. ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളുടെ സാഹചര്യത്തെ ഭയപ്പെടാനല്ല, പക്ഷെ നമ്മളുടെ യഹോവയിൽ നമ്മൾ ആശ്രയിക്കുക. നമ്മളെ വിളിച്ചവനാരാ, നമ്മൾക്ക് വാഗ്ദത്തം തന്നവനാരാ? എന്നെ ജയാളിയാക്കും എന്നെനിക്ക് വാഗ്ദത്തം തന്നവൻ എൻ്റെ യഹോവയാണെങ്കിൽ എൻ്റെ ആശ്രയം അവനിലായിരിക്കണം. എൻ്റെ സാഹചര്യം എന്തും ആയിക്കോട്ടെ, എത്ര വലിയ ടഫായിട്ടുള്ള സബ്ജക്റ്റും ആയിക്കോട്ടെ, അത് മാത്സ് ആകട്ടെ, സോഷ്യൽ സ്റ്റഡീസ് ആകട്ടെ, അല്ലെങ്കിൽ മോളിക്കുലർ ബയോളജി ആകട്ടെ, ഇക്കണോമിക്സ് ആകട്ടെ, അക്കൗണ്ട്സ് ആയിക്കോട്ടെ, എന്തും ആകട്ടെ, സൈക്കോളജി ആകട്ടെ, ഏത് ഫീൽഡും ആയിക്കോട്ടെ, അതെനിക്ക് എത്ര ഭയം വരുത്തുന്നതാണെങ്കിലും ഞാൻ ഭയപ്പെടില്ല. കാരണം എനിക്ക് വാഗ്ദത്തം തന്നവൻ എൻ്റെ കൂടെയുണ്ട്. അതായിരിക്കണം നമ്മളുടെ ഉറപ്പ്. നമ്മൾ വചനത്തിൽ നമ്മൾ ഇസ്രായേൽ മക്കളെ കുറിച്ച് വായിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തിൽ പ്രവേശിക്കാറായപ്പോൾ, അവർ ആ യാത്ര മുഴുവനും ചെയ്ത് അവിടെ പ്രവേശിക്കാറായപ്പോൾ ദൈവം അവരോട് പറയുന്നു, നിങ്ങളൊരു 12 പേരെ തിരഞ്ഞെടുത്ത് ആ ദേശം ഉറ്റുനോക്കാൻ വേണ്ടി ആൾക്കാരെ അയക്കാൻ. അങ്ങനെ 12 പേര് പോകുന്നു. അവർ ദേശം ഉറ്റുനോക്കുന്നു. അവർക്ക് ദേശം ദൈവം പറഞ്ഞതുപോലെ തന്നെ ശരിയാണെന്ന് മനസ്സിലായി. പാലും തേനും ഒഴുകുന്ന ദേശമാണെന്നുള്ളതിന്റെ പ്രൂഫുമായിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. പക്ഷെ അങ്ങനെ തിരിച്ചു വരുമ്പോൾ 10 പേര് പറഞ്ഞ റിപ്പോർട്ട് എന്തെന്ന് ചോദിച്ചാൽ, അവര് ആ ദേശത്തിലെ ആൾക്കാരെ കണ്ട് ഭയപ്പെട്ടു. അവർ സാഹചര്യം കണ്ട് ഭയപ്പെട്ടു. അവർ പറഞ്ഞ, അവരുടെ മുന്നിൽ ഞങ്ങൾ വെറും വെട്ടിക്കളി പോലെയാണ്. പക്ഷെ അവിടെ 2 പേര് മാത്രം ധൈര്യത്തോടെ നിന്നു. എന്താ, ഇവര് രണ്ടും ആ ദേശത്തെ ആൾക്കാരെ കണ്ടില്ലേ? അവരും കണ്ടു. പക്ഷെ അവരുടെ ആശ്രയം
അവർക്ക് വാഗ്ദത്തം കൊടുത്ത ആ യഹോവയിലായിരുന്നു. അവർ ആ അനാക്യ മല്ലന്മാരെ കണ്ട് ഭയപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ദൈവം എന്താ ചെയ്യുന്നത്? ഈ കാലേബിന് വാഗ്ദത്തം കൊടുത്തത് പൂർത്തീകരിക്കുകയാണ്. കാലേബിന് മാത്രം ആ കനാൻ ദേശം അവകാശമായിട്ട് കിട്ടും. ഈ ബാക്കി 10 പേരും ആ കനാൻ ദേശത്ത് എത്താൻ ദൈവം സമ്മതിച്ചില്ല. ദൈവം കാലേബിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? എൻ്റെ ദാസനായ കാലേബിന് വേറെ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് ഞാൻ അവന് വാഗ്ദത്തം നിറവേറ്റി കൊടുക്കും. അതായത് മറ്റുള്ളവരെ പോലെ സാഹചര്യം കണ്ട് ഭയപ്പെടുന്ന ഒരു സ്വഭാവമല്ല, പക്ഷെ അവൻ സാഹചര്യത്തെ കണ്ട്, മനുഷ്യനെ കണ്ട് ഭയപ്പെടാതെ എന്നിൽ ആശ്രയിച്ചു. അതുകൊണ്ട് അവനോട് ഞാൻ കൊടുത്ത വാഗ്ദത്തം അവന് ഞാൻ നിറവേറ്റി കൊടുക്കും. നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ട്, ഇല്ലേ? പക്ഷെ ആ വാഗ്ദത്തം നിറവേറാതിരിക്കുന്നതിന്റെ കാരണം ഇതാണ്: നമ്മൾ സാഹചര്യത്തെ കണ്ട് ഭയപ്പെടും, നമ്മൾ മനുഷ്യരെ കണ്ട് ഭയപ്പെടും. അപ്പോൾ ആ വാഗ്ദത്തം നിറവേറാനുള്ള സാമർഥ്യവും ശക്തിയും ദൈവം നമ്മളുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിലും അത് നമ്മളെ തളർത്തിക്കളയുവാണ്. ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചതാണ്. അവർ ഭയം കാരണം അവരങ്ങ് പാരലൈസ് ആയിപ്പോയി. ആകയാൽ നമ്മൾ സാഹചര്യത്തെ കണ്ട് ഭയപ്പെടാതിരുന്നാൽ, മനുഷ്യനെ ഭയപ്പെടാതിരുന്നാൽ, ദൈവം നമ്മളോട് ചെയ്ത വാഗ്ദത്തം നമ്മൾ പ്രാപിക്കും. നമ്മൾ ജയാളികളാകും. അതിനായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ മാസം അല്ലെ ഈ വരുന്ന മാസങ്ങളിൽ നിങ്ങൾ ഒരു എക്സാമിനെ ഫേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സാഹചര്യത്തെ കണ്ട് ഭയപ്പെടാതെ യഹോവയിൽ ആശ്രയിച്ച് ധൈര്യമായിട്ട് മുൻപോട്ട് പോകുക. വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. ഗോഡ് ബ്ലെസ് യു.